ഹായ് ഫ്രണ്ട്സ്, PSC ക്വിക്ക് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന 8ാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്കായി ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നടന്ന ഫയർമാൻ എക്സാമിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിനുശേഷം മുമ്പത്തെ എക്സാംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. അപ്പൊ സ്വാദിഷ്ടം എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്വാദിഷ്ടം എന്ന പദത്തിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഈ ട ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുത്തെഴുതുക. വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ ചേർന്നത്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇവിടെ ഒരു തെറ്റുമില്ലാത്തത് ഡി ആണ്, ഓപ്ഷൻ ഡി. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ, വേറെ എന്നത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ തന്നെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ അത് രണ്ടും കൂടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഗർഭിണികൾക്ക് വേണ്ടത്ര പോഷകാഹാരം ലഭിച്ചിരിക്കണം, അത്രയും മതി. സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം വലിയ ഭാഗം. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദമേത്? അപ്പൊ ഇവിടുത്തെ 4 ഓപ്ഷൻസ്: മനുജൻ, നൃപൻ, ജനനി, ജനകൻ. അപ്പൊ അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്നത് ജനകൻ. മനുജൻ എന്നാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. നൃപൻ എന്നാൽ രാജാവ്. ജനനി എന്നാൽ അമ്മ. അപ്പൊ ജനകനാണ് അച്ഛൻ എന്ന വാക്കിന്റെ പര്യായ പദം. സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. വിസ്മരിക്കുക. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതുക. വെൺ അധികം ചാമരം, വെഞ്ചാമരം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം വിദുഷി. താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? ഭാഗവതർ, മർത്യർ, സമർത്ഥർ, ആസ്വാദകർ. അപ്പൊ ഇതില് ഭാഗവതർ, ഓപ്ഷൻ എ ആണ് ബഹുവചനമല്ലാത്തത്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. നിത്യാഭ്യാസി ആനയെ എടുക്കും. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നിത്യാഭ്യാസി ആനയെ എടുക്കും. ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദമേത്? ഇവിടെ ഓപ്ഷൻസ് ക്ഷോഭി, ക്ഷുഭി, ക്ഷിപ്രകോപി, ക്ഷുഭിതൻ എന്നിവയാണ്. അപ്പൊ ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം ക്ഷുഭിതൻ. അകത്തു കടത്തുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഭക്ഷിക്കുക. ദ്രുതം എന്ന പദത്തിന്റെ വിപരീത പദം മന്ദം. ശത്രു എന്ന പദത്തിന്റെ പര്യായ പദമേത്? രുതിരം, വൈരി, വൈഖരി, മഖം എന്നിവ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ വൈരി എന്നതാണ് ശത്രു എന്ന പദത്തിന്റെ പര്യായ പദം. അതുകൂടാതെ വൈരി എന്ന പദം കൂടാതെ രിപു, അരി എന്നിവയും ശത്രു എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. അപ്പൊ ശത്രുവിന്റെ പര്യായ പദങ്ങളാണ് വൈരി, രിപു, അരി. ഒരു കൈ നോക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? പരീക്ഷിക്കുക. കൺ പ്ലസ് നീർ, കണ്ണീർ എന്ന പദത്തിലെ സന്ധി ഏത്? അപ്പൊ ഇത് ആദേശ സന്ധിയാണ്. ഒരു വർണ്ണം, 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊന്ന് വന്നു ചേരുന്നതാണ് ആദേശ സന്ധി. അപ്പൊ ഇവിടെ ന് എന്ന പദം പോയി ണ് എന്ന പദം വന്നു. അപ്പൊ ഇതാണ് ആദേശ സന്ധിയാണ്. കൺ അധികം നീർ, കണ്ണീർ എന്ന പദത്തിലെ സന്ധി ആദേശ സന്ധി. ജിജ്ഞാസ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥമേത്? അറിയാനുള്ള ആഗ്രഹം. ഇവിടെ പൂരം ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നു. പുരം എന്നാൽ നഗരമാണ്. അപ്പൊ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അപ്പൊ പൂരം എന്നാൽ ആഘോഷമാണ്. പൂരം ആഘോഷം, പുരം നഗരം. സാക്ഷികാരകമായ വിഭക്തി വിഭാഗം ഏത്? സംയോജികയാണ് സാക്ഷികാരകമായ വിഭക്തി വിഭാഗം. അതായത് ആരോട് അല്ലെങ്കിൽ എന്തിനോട് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്നതാണ് സംയോജിക. അപ്പൊ ഇവിടെ ഓട് എന്ന പ്രത്യയമാണ് വരുന്നത്. ഒറ്റപ്പദം എഴുതുക. അന്യദേശത്തുള്ളവൻ, പരദേശി. പിരിച്ചെഴുതുക. ഇക്കാര്യം, ഈ അധികം കാര്യം, ഇക്കാര്യം. കൊടിക്കൂറ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമേത്? അപ്പൊ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഖേദനം,
കേതനം, കേസരി, കേസരം. അപ്പോൾ ഓപ്ഷൻ ബി, കേതനം എന്ന പദമാണ് കൊടിക്കൂറ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്. കേതനം എന്നാൽ കൊടിക്കൂറ, കൊടിമരം അല്ലെങ്കിൽ വീട് എന്നെല്ലാം അർത്ഥം വരുന്നതാണ്. ശരിയായ പദം ഏത്? അഖിലേശൻ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ചെമ്പു തെളിയുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? സത്യം പുറത്താകുക. ചെമ്പു തെളിയുക, സത്യം പുറത്താവുക. കൂപം എന്ന പദത്തിന്റെ അർത്ഥം ഏത്? കിണർ എന്നാണ് കൂപം എന്ന പദത്തിന്റെ അർത്ഥം. കൂപം കൂടാതെ ആപീനം, സുപം തുടങ്ങിയവയും കിണറിന്റെ പര്യായ പദങ്ങളാണ്. അപ്പൊ കിണറിന്റെ പര്യായ പദങ്ങളാണ് കൂപം, ആപീനം, സുപം. ഓഫ് ആൻഡ് ഓൺ ഈ ശൈലിയുടെ അർത്ഥം എന്ത്? വല്ലപ്പോഴും. ഓഫ് ആൻഡ് ഓൺ എന്ന ശൈലിയുടെ അർത്ഥം വല്ലപ്പോഴും. ശരിയായ പദം ഏത്? അപ്പൊ അനുഗൃഹീതം എന്ന പദമാണ് ശരിയായത്. അനുഗൃഹീതം. നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം നങ്ങ്യാർ. പിരിച്ചെഴുതുക അന്തസത്ത. അധികം സത്ത, അന്തസത്ത. കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അപ്രസക്തമായത് പ്രതിപാദിക്കുക. കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം അപ്രസക്തമായത് പ്രതിപാദിക്കുക. ചേർത്തെഴുതുക വിദ്യുത് അധികം ശക്തി, വിദ്യുത് ശക്തി. ശരിയായ വിവർത്തനമേത്? ദി ബ്ലഡ് ഓഫ് ദി റെവല്യൂഷണറീസ് കോസ്റ്റ് ത്രൂ ദി സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. അപ്പൊ ദി ബ്ലഡ് ഓഫ് ദി റെവല്യൂഷണറീസ് കോസ്റ്റ് ത്രൂ ദി സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. പുല്ല് എന്ന അർത്ഥം വരുന്ന പദമേത്? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് തൃണം, കൃണം, ഋണം, ഘൃതം. അപ്പൊ തൃണം എന്നാണ് പുല്ല് എന്ന അർത്ഥം വരുന്ന പദം. തൃണം, പുല്ല്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കാക്കയുടെ പര്യായമല്ലാത്തത് ഏത്? ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക്, വിശ്വകേതു എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കാക്കയുടെ പര്യായ പദം നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പൊ ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക് തുടങ്ങിയവയെല്ലാം കാക്കയുടെ പര്യായ പദങ്ങളാണ്. അപ്പൊ ഇതില് കാക്കയുടെ പര്യായമല്ലാത്തത് വിശ്വകേതു. ശരിയായ പദം ഏത്? സതീർത്ഥ്യൻ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ, ത ആദ്യത്തെ ത, പിന്നെ ത പകുതി രണ്ടാമത്തെ ത പകുതി, അങ്ങനെയാണ് സതീർത്ഥ്യൻ എന്ന പദം എഴുതേണ്ടത്. പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം വിവക്ഷ. പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷ. തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം പുളിപ്പ്, മധുരം, ചവർപ്പ്, കയ്പ് എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ തിക്തം എന്നാൽ കയ്പ് രസം എന്നാണ് അർത്ഥം, കയ്പ് എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ വിപരീത പദം മധുരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്നർത്ഥം വരുന്ന പദമേത്? അപ്പൊ ജഷം എന്നാണ് കൊടുത്ത ഓപ്ഷനിൽ ശരിയുത്തരം. അപ്പൊ മീൻ എന്നർത്ഥം വരുന്ന പദമാണ് ജഷം. അതുപോലെ ജഷം കൂടാതെ മീൻ എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് മത്സ്യം, മകരം, ശകുലം തുടങ്ങിയവ. അപ്പൊ മീനിന്റെ പര്യായ പദങ്ങളാണ് മത്സ്യം, ജഷം, മകരം, ശകുലം. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ശിങ്കിടി പാടുക. ശിങ്കിടി പാടുക എന്നതിന്റെ അർത്ഥം ഏറ്റുപാടുക എന്നാണ്. ചുമ എന്ന അർത്ഥം വരുന്ന പദം ഏത്? കല്യം, കലിക, കൽപ്പകം, കാസം എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ കാസം, ഓപ്ഷൻ ഡി, കാസം എന്ന പദത്തിന്റെ അർത്ഥം ചുമ എന്നാണ്. കാസം, ചുമ. കരിം അധികം പുലി ചേർത്തെഴുതുക കരിമ്പുലി. വേൽനാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം വെയിലിന്റെ നാളം. വേൽനാളം, വെയിലിന്റെ നാളം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. അപ്പൊ ഇതുപോലെ ഇനിയും വീഡിയോസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ. താങ്ക് യു.